കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തങ്കി, ഐ ആം റിയലി ക്രേസി അബൌട്ട് യു. കൂടാവന്റെ ഉറക്കിയുള്ള വിളിച്ചു പറയിൽ ടേബിളിൽ നിന്ന് പെൻ സ്റ്റാൻഡ് എടുത്ത് ആളെറിഞ്ഞെങ്കിലും പാർത്തി അപ്പോഴേക്കും പുറത്തെത്തി കഴിഞ്ഞിരുന്നു. 5:30 തിങ്കളിന്റെ ഓഫീസിലെ ഡ്യൂട്ടി കഴിയാൻ. നീരോ 6 മണി 7 മണി വരെയൊക്കെ ഓവർ ടൈം എടുക്കാറുണ്ട്. വീണ പക്ഷേ അവരെക്കാൾ ഒരു 5 മിനിറ്റ് മുന്നേ ഇറങ്ങും. ആ കുട്ടിയുടെ വീട് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. 5:30 അതിനൊരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 6:30 ബസ് സ്റ്റോപ്പ് അത്ര അകലെയല്ലെങ്കിലും കൃത്യം 5:30 ഇറങ്ങിയാൽ ആ ബസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് മുന്നേ ഇറങ്ങുന്നത്. ജയരാജനോട് അതേപറ്റി പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി. ഞാൻ പോട്ടെ ചേച്ചി. ബാഗൊക്കെ എടുത്ത് തിങ്കളിനോടായി വീണ പറയുമ്പോൾ തലയാട്ടി അവൾ ചെയ്തു വെച്ച ജോലി വൃത്തിയാക്കി സിസ്റ്റം ഓഫ് ചെയ്തു. പീറ്റർ അവിടെ നിന്ന് റീൽസ് കാണുന്നുണ്ട്. ഫോൺ യൂസ് ചെയ്യുന്നതിലൊന്നും അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. തങ്ങൾ പോയി കഴിഞ്ഞിട്ടേ അവനിനി ഡ്യൂട്ടി തുടങ്ങും. ഈ നേരം ഒരു 10 മിനിറ്റ് അവൻ സ്വന്തമായി റെസ്റ്റാണ്. തിങ്കളും പോവുകയാണെന്ന് അവനോട് പറഞ്ഞു. ഫോണിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ അവൻ കൈ ഉയർത്തി കാണിച്ചതും ബാഗും എടുത്ത് തിങ്കളും ഇറങ്ങി. ഓഫീസ് ബിൽഡിംഗിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങിയതും സന്തോഷിയായിട്ട് രജിസ്റ്ററുമായി ആൾക്കടുത്തേക്ക് വരുന്നുണ്ട്. ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. കമ്പ്യൂട്ടർ എൻ്റർ ചെയ്ത് ചില ഡിഫറൻസ് വന്നുകൊണ്ട് ആൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ തിങ്കളിനെ അവിടെ പിടിച്ചു നിർത്തി. വീണ എൻ്റർ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഒന്നാണ്. 2-3 എണ്ണം ഉണ്ട്. ഒരു 10 മിനിറ്റോളം അതിനെക്കുറിച്ച് സംസാരിച്ചു. നാളെ വന്നിട്ട് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് സമ്മതിച്ചു. പീറ്ററിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അത് അവനൊരു ഓവർ വർക്ക് ആവും. സന്തോഷേട്ടൻ ഓഫീസിലേക്ക് കയറിപ്പോയതും തിങ്കൾ പുറത്തേക്ക് നടന്നു. പ്രൊഡക്ഷൻ ബിൽഡിംഗ് കഴിഞ്ഞു വേണം എക്സിറ്റ് എത്താൻ. പോകും വഴി തന്നെ ജയരാജൻ സാറിന്റെ കാറിനടുത്ത് നിൽക്കുന്നവനെ കണ്ടെങ്കിലും തിങ്കൾ അത് ശ്രദ്ധിക്കാൻ നിന്നില്ല. പക്ഷേ ശ്രീത്തിന്റെ കണ്ണുകൾ പതിവ് പോലെ അവൾ തന്നെയാണ്. ഇന്നാളോട് സംസാരിക്കാൻ അവസരം തനിക്ക് കിട്ടുമെന്ന് അവൻ ഉറപ്പിച്ചു. ഒരു കരിനീല അനാർക്കലി ചുരിദാറിൽ തലയുയർത്തി പിടിച്ച് നടന്നു വരുന്നവളെ അവൻ അടിമുടി നോക്കി. ദിവസങ്ങൾ കഴിയും തോറും പെണ്ണിന്റെ അഴക് കൂടി വരികയാണ്. ആളോടുള്ള മോഹത്തിൽ അവന്റെ ഉടലൊന്ന് വിറച്ചു. തിങ്കൾ അടുത്തെത്താൻ കാത്തു നിൽക്കാതെ ആൾക്കടുത്തേക്ക് അവന്റെ ചൂടുകൾ കുതിച്ചു തുടങ്ങി. ഒരു കാവ്യമുണ്ടും കരിമ്പച്ച കളർ ഷർട്ടുമാണ് അവന്റെ വേഷം. മെലിഞ്ഞതാണോ തടിച്ചാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ശരീരപ്രകൃതി. പഴയതിനേക്കാളും കൂടുതലായി താടിയും മീശ അവന്റെ മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൻ വരുന്ന കണ്ടിട്ടും തന്റെ അടുത്തേക്കല്ലെന്ന ഒരാൾ വഴിമാറി പോകുമ്പോൾ ഇടിച്ചു കയറി അവൾക്ക് തൊട്ടു മുമ്പിൽ വന്നു നിന്നവൻ. തിങ്കളിന്റെ ഗൗരവത്തോടെയുള്ള നോട്ടം ശ്രീയത്തിന്റെ മുഖത്തേക്കും വീണു. ഇതുവരെ കാണാത്ത അവിടെ ആ നോട്ടം പോലും അവനെ അടിമപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് നേര്. എന്നിരുന്നാലും തന്റെ നേർക്കുയർന്നവരുടെ മിഴികളിൽ അഗ്നി അവനിലെ ആണിനെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ്. അങ്ങനെ അവൾ തന്നെ നോക്കിയിട്ടില്ല ഒരിക്കലും. പക്ഷേ ഇപ്പോഴോ? എന്നാലും ആ രോഷം മനസ്സിൽ തന്നെ അടക്കി പിടിച്ച് അവൻ നിൽക്കുമ്പോൾ എന്താ? തിങ്കളിന്റെ സ്വരവും ആ ഒരു നേരെ ഉയർന്നു കഴിഞ്ഞു. എനിക്കിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് അപ്പുറത്തേക്ക് മാറിക്കാം. ചുറ്റും നോക്കിയാണ് അവൻ പറഞ്ഞത്. പണി കഴിഞ്ഞ് തൊഴിലാളികൾ പോവേണ്ട സമയമാവും ഇപ്പോൾ. ഈ വഴിയിലൂടെ തന്നെയാണ് എല്ലാവരും പോവുക. മനസ്സിലായില്ല. മാറി സംസാരിക്കാൻ മാത്രം നമുക്കിടയിൽ എന്താ ഉള്ളത്? അടുത്ത നിമിഷം നെറ്റിയൊന്ന് ചുളിച്ചുള്ള തിങ്കളുടെ ചോദ്യത്തിൽ അവനെ പരിഹസിക്കുന്ന സംശയം തന്നെയാണ് എടുത്തു നിൽക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ശ്രീയത്തിന്റെ മുഖം ചുവന്നു. തിങ്കളെ എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. എന്റെ കൂടെ വരാൻ പറഞ്ഞാൽ വരണം. പറച്ചിലിനൊപ്പം തന്നെ അവളുടെ കയ്യിൽ അവന്റെ പിടിവീണവും ഇത്ര നേരം ശാന്തമായിരുന്നവരുടെ മുഖം മാറി. ശ്രീത്തെ കൈവിട്. അവന്റെ കൈപ്പിടിയിൽ തന്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് കടുത്ത സ്വരത്തിൽ അവൾ പറയുമ്പോൾ അവന്റെ പിടി ഒന്നുകൂടെ മുറുകയാണ് ചെയ്ത്. കൂട്ടത്തിൽ തന്റെ കൈപ്പിടിയിൽ നിന്ന് ഊരാൻ നോക്കുന്നവളെ കണ്ട് അവന്റെ ഹരം കൂടി. വിടാൻ! തിങ്കളിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. ഒച്ച വർഗടി! അവൻ ക്രൂരമായ ചിരിയോടെ അവൾ നോക്കി ചീറി. തന്നോട് കൈയെടുക്കാനോടോ പറഞ്ഞ്? അടുത്ത സെക്കൻഡിൽ തന്നെ പെണ്ണിന്റെ ശബ്ദം ഒന്നുകൂടെ ഉയരുന്നതിനൊപ്പം പടക്കം പൊട്ടും പോലെ അവന്റെ കവിളത്ത് തിങ്കളിന്റെ മറുകൈ ശക്തിയിൽ തന്നെ വന്ന് പതിഞ്ഞതും അവളുടെ കയ്യിലെ പിടിയും വിട്ട് അവൻ കുറച്ചങ്ങപ്പുറത്തേക്ക് ചെരിഞ്ഞു പോയി. ഒരുപാട് പണിയൊക്കെ എടുത്ത് തഴമ്പിച്ച കൈയാണല്ലോ. തലയ്ക്ക് ചുറ്റും 5-6 നക്ഷത്രങ്ങൾ മിന്നിപ്പറക്കുന്ന കണ്ണുകൾ രണ്ടു ഇറുക്കി അടച്ചിട്ട് പോലും അവൻ അകക്കണ്ണിൽ കണ്ടുപോയി. അമ്മാതിരി അടിയാണേ പെണ്ണവന്റെ കവളിനിട്ട് പൊട്ടിച്ച്. ശ്രീത്ത് കവളിലും കൈവച്ച് അവളെ ഒന്ന് തലയുയർത്തി നോക്കുമ്പോൾ അവനെ ഇപ്പോഴും കൊല്ലാനുള്ള കലിയോടെ തന്നെ നിൽപ്പുണ്ട് തിങ്കൾ. എന്റെ ദേഹത്തെങ്ങാനും നീ തൊട്ടാ? വിരൽ ചൂണ്ടിയവൾ പറയുമ്പോൾ പെണ്ണ് ചൂണ്ടിയ ആ വിരൽ വരെ ദേഷ്യത്തിൽ വിറക്കുന്നുണ്ട്. ശ്രീത്ത് അവളെ ആദ്യം കാണും പോലെ പകപ്പോടെ തുറിച്ചു നോക്കി. വേണ്ടാന്ന് വെക്കുമ്പോ എന്റെ മെക്കിട്ടേറെ വന്നാലുണ്ടല്ലോ, ഈ ഒരു അടി സാമ്പിൾ മാത്രം. ഇനി കിട്ടാൻ പോകുന്നേ ഇതൊന്നും ആയിരിക്കില്ല. നിന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ ഒരാളെ കൂടെ കൊല്ലാൻ എനിക്ക് മടിയൊന്നുമില്ലെന്ന്. അതേ നിന്നോട് എനിക്ക് പറയാനുള്ളൂ. എന്റെ വഴിയെ വരുത് നിങ്ങൾ. അത്രയും പറഞ്ഞ് തോളിൽ നിന്നിറങ്ങിപ്പോയ ബാഗും കയറ്റിയിട്ട് ആളവനെ മറികടന്നങ്ങ് പോകുമ്പോൾ ശ്രീത്ത് നേരെ നോക്കിയത് ജയരാജ മുതലാളിയാണ്. അയാളുടെ മുഖം കണ്ടാൽ അറിയാം എല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടെന്ന്. നീ എന്തിനാണ് തിങ്കളുടെ കയ്യിലൊക്കെ കയറി പിടിക്കാൻ പോയത്? അതല്ലേ നിനക്ക് അടി കിട്ടിയത്?
അവനെ ആ നിൽപ്പ് കണ്ട് ജയരാജൻ അടുത്തേക്ക് ഒന്ന് പറയുമ്പോൾ ശ്രീജിത്തിന്റെ കണ്ണുകൾ അവളോടുള്ള ദേഷ്യത്തിൽ പുകഞ്ഞു കലങ്ങി. ഞാനിപ്പോ വരാം സാറേ. പറച്ചിലിനൊപ്പം ആ തിങ്കളുടെ പുറകെ തന്നെ ഓടുമ്പോൾ ഇവന് കിട്ടിയത് പോരെയെന്ന മട്ടിൽ അയാൾ അവിടെ തന്നെ നിന്നു. ഫാക്ടറിയുടെ ഗേറ്റിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് തിങ്കൾ. അപ്പോഴേക്ക് ഓടി വന്ന് ആളുടെ മുന്നിൽ കയറി 2 കൈ നിവർത്തി തടസ്സം വെച്ച് നിന്നു. ഇത്ര നേരം പറഞ്ഞൊന്നും ഇവരെ തലയിൽ കയറില്ല എന്ന മട്ടിൽ തിങ്കൾ അവനെ രൂക്ഷമായി വീണ്ടും നോക്കി. തിങ്കളെ സോറി, പണ്ട് നിന്റെ കൈ കയറി പിടിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ അധികാരമുള്ളയാള് ഞാൻ മാത്രമായിരുന്നു. ആ ഒരു ഓർമ്മയിൽ സംഭവിച്ചു പോയതായതും. എന്നാലും നീ എന്നെ തല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തൊട്ടുമുന്നേ കണ്ടതിൽ നിന്ന് അവന്റെ സ്വരത്തിലും ഭാവത്തിലും വല്ലാത്ത മാറ്റം. എന്നാലും മുഖത്ത് ദയനീയ ഭാവം നിറക്കാൻ അവൻ കഷ്ടപ്പെടുന്ന തിങ്കൾ കണ്ടു. തൽക്കാലം അവളൊന്നും പറഞ്ഞില്ല അവനോട്. അവളുടെ മൗനം അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇടഞ്ഞിന്നാൽ ഇവളോട് ഒട്ടും അടുക്കാൻ പറ്റില്ലെന്ന് ശ്രീജിത്ത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തന്റെ ആവശ്യത്തിന് അവളുടെ മുമ്പിൽ താഴ്ന്നേ പറ്റൂ. താഴ്ന്നു ഒടുക്കി ഇവളെ പിടിച്ചു വലിച്ച് തന്റെ കാൽ കീഴിലിട്ട് കഴിഞ്ഞിട്ട് വേണം ഈ ശ്രീജിത്ത് ആരാണെന്ന് ശരിക്കും ഇവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ. നീ എന്നെ തല്ലിയതിന് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ തിങ്കളെ. ഞാനിത് അറിയിക്കുന്ന നിന്നോട് ചെയ്തൊക്കെ മനസ്സിലിങ്ങനെ വിങ്ങിൽക്കുന്നുണ്ടാ നീ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും നിന്റെ മുന്നിൽ വരാൻ പോലും ഞാനൊന്നും മടിച്ച്. പക്ഷേ നീ വിചാരിക്കും പോലെ താരയുടെ പുറകെ ഞാൻ പോയിട്ടില്ല. അവളെ എന്നിൽ നിന്ന് നീ അകന്ന സമയം ഓരോ നുണക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് എന്നെ അവിടെ വലയിൽ വീഴ്ത്തിക്കളഞ്ഞ്. സ്വന്തം അനിയത്തി ചേച്ചിയെക്കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയില്ലല്ലോ. എന്നാലും ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ നിന്റെ അമ്മ കൂടി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി തിങ്കളെ. ശബ്ദത്തിൽ സങ്കടം കുത്തിയണച്ചുള്ള അവന്റെ പറച്ചിൽ. എന്നിട്ടിപ്പോൾ ആ വിശ്വാസത്തിന് എന്തു പറ്റി? അങ്ങനെയല്ല തിങ്കളെ, സത്യങ്ങളെല്ലാം അറിയാൻ ഞാൻ വൈകിപ്പോയെന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും താര എൻ്റെ കൊച്ചിൻ്റെ അമ്മയുമായി. ഇതിനൊക്കെ ഇപ്പം ഞാനെന്ത് വേണം? തിങ്കൾ കയ്യും കെട്ടി അവനെ നോക്കിയിരുന്നു. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാണ് നീ നിന്റെ ചിത്തുവേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് നിന്നെ ആരാ മനസ്സിലാക്കുക തിങ്കളെ? വളരെ ഇമോഷണലായ ഒരു കാര്യം പറയും പോലെ കണ്ണും ചുണ്ടൊക്കെ ചുരുക്കി അവൻ പറയുമ്പോൾ അവന്റെ മുഖത്തേക്ക് അത്രയും വെറുപ്പോടെയാണ് തിങ്കൾ നോക്കിയത്. നീ ഒറ്റക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്, ഞാനുണ്ട് കൂടെ. നിന്നോട് ചെയ്തതിനൊക്കെ ഒരു പ്രായശ്ചിത്തം പോലെ നിന്നെയും കൂടെ സംരക്ഷിക്കാൻ എനിക്കിപ്പോഴും പറ്റും. ഒടുക്കം ശ്രീജിത്ത് താൻ വലിയൊരു കാര്യം പറഞ്ഞ പോലെ അവന്റെ സംസാരം നിർത്തിയും മുന്നിൽ നിൽക്കുന്നവൾ അടിമുടിയെന്ന് പറിച്ചു. നേരത്തെ നിന്നെ മോന്തക്കിട്ട് ഞാൻ തന്ന കൈ കൊണ്ടാ. ഇനി എന്നെ കൊണ്ട് കാലി കിടക്കുന്ന ചെരുപ്പ് നീ എടുപ്പിക്കരുത്. സംരക്ഷിക്കാൻ വന്നിരിക്കുന്ന ഒരു ചെറ്റ. നിനക്ക് സംരക്ഷിക്കാനാണ് നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ ഭാര്യയും കുഞ്ഞും. ഒരിക്കൽ കൂടെ ഞാൻ പറയുവാ, എന്റെ അടുക്കൽ ഇനിയും മാതിരി ഡ്രാമയും കൊണ്ട് വന്നാല്. ഭീഷണിയായി തന്നെ പറഞ്ഞവൾ അവനെയും മറികടന്ന് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ എടേ ആരെന്ന പോലെ ശ്രീജിത്തിന്റെ വിളി. നീ ആരെ കണ്ടിട്ടാടി നകളിക്കുന്നത്? ഒരുത്തൻ നിന്റെ കത്തിത്തുമ്പിൽ പെടഞ്ഞാത്തെന്ന് കരുതി എല്ലാവരെയും അങ്ങ് ഉണ്ടാക്കാന്ന മുന്നോട് വിചാരിക്കണ്ട. ഒരാൺ തുടങ്ങില്ലാതെ എനിക്ക് ഈ നാട്ടില് ഒരു കാലത്തും സമാധാനമായി ജീവിക്കാൻ പറ്റില്ലടി. മൊത്തത്തിൽ നാറി നാണം കെട്ട നിന്റെ ജീവിതത്തിലേക്ക് ഇനി ഞാനല്ലാതെ വേറൊരുത്തരും വരാനും പോകുന്നില്ലടി. എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും തനി സ്വഭാവം പുറത്തേക്ക് വന്നു പോയവൻ അവളോട് പകയോടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞില്ല. ഫാക്ടറിക്ക് മുമ്പിലേക്ക് ഒരു ഇരുമ്പരോടെ വന്നിരുന്ന ബൈക്കിലേക്ക് തിങ്കളും ശ്രീജിത്തും ഒരുപോലെയാണ് നോക്കിയത്. പാർത്ഥിയോ? പെണ്ണിന്റെ ചൊടികൾ മന്ത്രിക്കുന്നേരം തന്നെ പാർത്ഥി ചിരിയോടെ തലയിരിച്ച് അവളെ നോക്കി. പെറ്റ് ഷോപ്പിൽ നിന്ന് കൃത്യം 5 മണിക്ക് ഇറങ്ങിയിരുന്നവൻ ഇപ്പോൾ 5:30ക്കാണ് ഇറങ്ങുക. എന്നിട്ട് അമ്പലത്തിനടുത്ത് ഇവളെയും കാത്ത് നിൽപ്പുണ്ടാവും. അങ്ങനെ 5-10 മിനിറ്റ് നിന്നിട്ടും പെണ്ണ് വരേണ്ട സമയമായിട്ടവൾ വന്നില്ല. അതുകൊണ്ട് നേരെ അവൾ അന്വേഷിച്ച് വന്നതാണ് ഇങ്ങോട്ട്. എന്നാൽ തിങ്കളിനൊപ്പം തന്നെ അവന്റെ നോട്ട് അവൾക്ക് പുറകിൽ നിൽക്കുന്നതിലേക്ക് പോയതോടെ പാർത്തിയുടെ മുഖത്ത് അവളെ കണ്ടപ്പോഴുള്ള ആ ചിരിയങ്ങ് മാഞ്ഞു. ശ്രീജിത്തിനെ പാർത്തിക്ക് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അറിയാം, മുന്നേ കണ്ടിട്ടുണ്ട്. അതുപോലെ പാർത്തിയെ ശ്രീജിത്തിന്. അവനും പാർത്തിയെ നീ എന്താ ഇവിടെ എന്ന പോലെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. പാർത്തിയുടെ നോട്ടം തിങ്കളിലേക്കായി. വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞവളുടെ മുഖം. അവന്റെ മിഴികളൊന്ന് പിടച്ചു. എന്തുണ്ടായി? പാർത്തിയുടെ ശബ്ദമല്ലാതെ അവിടെ ഉയർന്നു. ശ്രീജിത്തിന്റെ കണ്ണുകളൊന്ന് കുറുകി. പറതങ്കി മിണ്ടാ നിൽക്കുന്നവളെ കണ്ട് അവന്റെ വിളിക്ക് അത്രയും കടുപ്പമേറി. ശ്രീജിത്ത് അന്നേരം അവന്റെ തങ്കിയ വിളിയിൽ മുഖം ചുളിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ നിന്നെടുത്ത ശ്രീജിത്ത് അവർക്കടുത്തേക്ക് നടന്നു നിന്നു. ഇതൊക്കെ ഇവളോട് ചോദിക്കാൻ നീ ആരാടാ? ഇവിടെ ഒരു കുഴപ്പമില്ല, നീ പോകാൻ നോക്കിയടാ ചെക്ക. നിസ്സാരമായി ഒരു ചെറിയ പയ്യനെ ഡീൽ ചെയ്യും പോലെയുള്ള ശ്രീജിത്തിന്റെ യാതൊരു കൂസലുമില്ലാത്ത സംസാരം. പാർത്തി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവനെ കണ്ണുകളി ഉയർത്തിയിരുന്ന നോട്ടം നോക്കി. ആ നോട്ടത്തിൽ മസിലും പിടിച്ചെന്നവന്റെ ഉടലൊന്ന് തരിച്ചു. ഒരിക്കലും അമ്പലത്തിൽ ഉത്സവത്തിന് വെച്ചുണ്ടായ പൊടിപാറുന്നൊരിടിയിൽ ഒരു തരം കാലേവാനും മലത്തിയടിക്കുന്ന അവന്റെ രൂപം ശ്രീജിത്തിന്റെ ഉള്ളിൽ ഒരു നിമിഷം തെളിഞ്ഞു നിന്നു. തിങ്കളിന്റെ നോട്ടവും പാർത്തിയിൽ തന്നെയാണ്. ശ്രീജിത്തിനുടലോടെ കത്തിക്കും വിധമുള്ള അവന്റെ കണ്ണിലെ തീപ്പൊരി അവളും കണ്ടു. ചുവന്ന് വലിഞ്ഞു മുറുകി അവന്റെ മുഖം. കഴുത്തിലും നെറ്റിയിലും ബൈക്കിന്റെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നവന്റെ കയ്യിലും പിണഞ്ഞു കയറിയിരിക്കുന്ന നീല ഞരമ്പുകൾ. അവന് ദേഷ്യം വന്നാ മോളെ, ആ ദേഷ്യം തീരും വരാവനിടിക്കും. അന്നേരം ചിലപ്പോൾ ആരെക്കൊണ്ട് അവനെ പിടിച്ചിർത്താൻ പറ്റിയെന്ന് വരില്ല. ചാന്ദിനിയുടെ സ്വരം പെണ്ണിന്റെ ഉള്ളിൽ ഒരിക്കൽ കൂടെ അലയടിച്ചു. തിങ്കളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. ഫാക്ടറിയിലെ തൊഴിലാളികൾ ജോലി കഴിഞ്ഞു വന്ന് തുടങ്ങിയിരിക്കുന്നു. ഈടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ
പിന്നെ ആരെയും കാത്തിരിക്കാതെ ഒറ്റ നിമിഷത്തിലെടുത്ത തീരുമാനത്തോടെ തോളിലെ ബാഗ് ഒന്നുകൂടെ കയറ്റിയിട്ട് നേരെ ചെന്നവൾ പാർത്തിയുടെ അടുത്തേക്ക് നിന്നു. പാർത്തി വാ പോവാ അവനോട് പറയലും അവന്റെ ബൈക്കിലേക്ക് അവൾ കയറിയും കഴിഞ്ഞു. ഒരു നിമിഷം സ്ത്രീത്തിന് അപ്പാടം മറന്ന് അവന്റെ തോളിൽ തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ച് അവന്റെ പിന്നിലേക്ക് കയറിയവളെ ചെക്കൻ കണ്ണുമിടർത്തി നോക്കി. അവന്റെ മൈൻഡ് സെക്കൻഡുകൾ കൊണ്ടാണ് മൊത്തത്തിൽ അങ്ങ് മാറിയത്. ബൈക്ക് എടുക്ക്, നമുക്ക് പോവാം. ഇപ്പോഴും സ്വപ്നത്തിൽ എന്ന പോലെ തന്നെ നോക്കിയിരിക്കുന്നവനോട് ഒന്നുകൂടി എടുത്തു പറഞ്ഞ് പുറത്ത് പെണ്ണൊന്ന് തട്ടിയതും പാർത്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്തിൽ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിയ ആഗ്രഹം എങ്ങനെയാണ് അവൻ അടക്കിയെന്ന് അവന് തന്നെ അറിയില്ല. ഇത്ര നേരം മുന്നിൽ നിൽക്കുന്നവനെ കൊല്ലാനുള്ള വ്രിയോടെ ഇരുന്നവൻ ശ്രീത്തിനെ പിന്നെ ഒരു നോട്ടം നോക്കി. പോട്ടേടാ ചക്കരക്കുട്ട എന്നൊരു ഭാവത്തിൽ. ചോദിക്കാൻ ഞാൻ ആരാണെന്ന് ഇപ്പൊ ചേട്ടന് മനസ്സിലായി കാണല്ലോ. നിനക്കുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ കാണില്ലേ, തരാൻ ഞാൻ. കൺമുമ്പിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ശ്വാസം നിലച്ചു നിൽക്കുന്നവനെ നോക്കി അത്ര കൂടെ പറഞ്ഞ് ചുണ്ടെന്ന് വിടർത്തി പല്ലുമുഴം കാണിച്ച് ചിരിച്ച് പാർത്തി അവന് മുമ്പിലൂടെ ബൈക്ക് തിരിച്ചു നേരെ വിട്ടവും ശ്രീത്തിനെ തിരിഞ്ഞു നോക്കി തിങ്കളുടെ മിഴികളിൽ ഉണ്ടായിരുന്നു ചെറിയൊരു ചിരി. ആ നേരത്തെ വിളിച്ച് കൂവിയതിനൊക്കെ മറുപടി എന്ന പോലെ ശ്രീത്തിന്റെ കണ്ണിൽ നിന്ന് അവർ മറഞ്ഞേയുള്ളൂ. അപ്പോഴേക്ക് അവർക്ക് ഓപ്പോസിറ്റായി വരുന്നവനെ കണ്ട് പാർത്തിയുടെ ചൊടികളിൽ പിന്നെയും ചിരി. മിഥുൻ അവർക്കടുത്തേക്ക് എത്തിയതും അവൻ ബൈക്ക് ചെറുതായി ഒന്ന് സ്ലോ ആക്കുക കൂടി ചെയ്തു. ബൈക്കിന് പുറകിലിരിക്കുന്ന തിങ്കളിനെ കണ്ട് അവന്റെ രണ്ട് കണ്ണും ബുൾസേ പോലെ മിഴിയുന്ന കണ്ട് പൊട്ടിവന്ന ചിരിയടക്കി പാർത്തി അവന് നോക്കിയൊന്ന് സൈറ്റ് അടിച്ച് കടന്നുപോയതും മിഥു അറിയാതെ അവന്റെ ബൈക്ക് ബ്രേക്ക് പിടിച്ചു പോയി. ഇത്ര പെട്ടെന്ന് നീ വളച്ചോളെ ഞെട്ടിത്തിരിഞ്ഞു കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അവൻ സ്വയം ചോദിക്കുമ്പോൾ അവന്റെ പിന്നിലുള്ള അരുണും തിരിഞ്ഞു നോക്കി. ഡിസ്കൗണ്ട് കൊടുത്ത് വെറുതെ അല്ലേ ചേട്ടാ? ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് ചിരിയടക്കി അവൻ ചോദിച്ചു പോയതാണ്. അരുണാണ് മിഥുന്റെ കടയിൽ നിൽക്കുന്നത്. വേറൊരാൾ കൂടിയുണ്ട്. രാത്രി അവന് വേറെന്തോ പരിപാടിയുള്ളത് മിഥുന്റെ ഒപ്പം കടയിൽ നിന്ന് ഇറങ്ങിയതാണ് അവൻ. ചെക്കന്റെ വർത്തമാനത്തിൽ മിഥുൻ അവനെ കടുപ്പിച്ചെന്ന് നോക്കി, പിന്നെ ചിരിച്ചു. അതെ, വെറുതെ ആയി. നിന്നെ വീട്ടിലേക്കാക്കാൻ ഞാനെടുത്ത തീരുമാനം വെറുതെ ആയി. ഇനിമോ നടന്നു പോയാൽ മതി കേട്ടോ. ഇറങ്ങടാ ചേട്ടാ. ദയനീയമായ എന്റെ വിളി. ഇറങ്ങാൻ. മിഥു കണ്ണുരുട്ടിയതും താഴെ ഇറങ്ങിയ ചെക്കൻ. ആ വളവ് തിരിഞ്ഞാ എത്തിയില്ല നിന്റെ വീട്, പോടാ, ഇനി നടന്നു പോ. പല്ലിയടിച്ചവൻ പറയുമ്പോൾ ഓ ഞാൻ നടന്നു നോക്കോളാം എന്ന് പറഞ്ഞ് ചുണ്ടൂട്ടി പോകുമ്പോൾ നന്നായുള്ളൂ ഞങ്ങളുടെ പ്രേമം പൊട്ടിയത് എന്ന് പിറുവിറുക്കി കൂടി ചെയ്തവൻ. എന്നാലും ഇത്ര പെട്ടെന്ന് തിങ്കൾ മിഥുൻ കണ്ണൊന്ന് ചുരുക്കി ഉള്ളിൽ നിറഞ്ഞ ചിന്തയോടെ ബൈക്ക് തിരിച്ചു വിട്ടു. ഇപ്പോഴൊന്നും ഈ യാത്ര അവസാനിക്കരുതേ എന്നൊരാശയോടെയാണ് അവൻ ബൈക്ക് ഓടിക്കുന്നത്. പാർത്ഥിവ് നിർത്തിക്കേ, ഞാനിനി നടന്നു പോയിക്കോളാം. കുറച്ചങ്ങ് പോയതും പിന്നിലിരിക്കുന്നവളുടെ പറച്ചിൽ കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവന്റെ പോക്ക്. പാർത്ഥിവ് നിന്നോടാ ബൈക്ക് നിർത്താൻ. പെണ്ണിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. വെറുതെ ഒച്ചയെടുത്ത് തൊണ്ട പൊട്ടിക്കണ്ട. ഞാൻ നിർത്തില്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഞാനിപ്പോ ചാടുവേ. അവനെ ഭീഷണിപ്പെടുത്തി തിങ്കൾ. ചാടിക്കോ, ചാടി വീണ്ടും നിന്റെ കയ്യോ കാലൊടിഞ്ഞാലും ഞാനും എൻ്റെ അമ്മയും തന്നെ നിന്നെ നോക്കും. പിന്നെ എൻ്റെ കിടപ്പ് വരെ ചിലപ്പോൾ നിന്റെ വീട്ടിലാവും. രോഗിയെ നോക്കണ്ട, എനിക്കങ്ങനെ തറയിൽ കിടന്ന ശീലമല്ല. നിന്റെ കട്ടിൽ ചെറുതാണെങ്കിലും കുറച്ച് സ്ഥലം തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. ഈ പറഞ്ഞതിനെല്ലാം നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ നിന്നെ സന്തോഷത്തോടെ തള്ളി താഴെയിടാം. വളരെ മാന്യമായി അവനും തിരിച്ച് അവൾക്ക് നേരെ ഭീഷണി മുഴക്കുമ്പോൾ ഒന്നും തിരിച്ച് അവനോട് പറയാനാവാതെ അടഞ്ഞു പോയിട്ടുണ്ട് പെണ്ണിന്റെ വായ. ആളുടെ ദേഷ്യം പിടിച്ചുള്ള ഇരിപ്പ് റിയർ വ്യൂ മിററിലൂടെ നോക്കി ആസ്വദിച്ചുകൊണ്ട് തന്നെ പാർത്തി അവരുടെ ആദ്യത്തെ ബൈക്ക് യാത്ര നന്നായി ആസ്വദിച്ചു. അവിടെ വെച്ചൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാണ് തിങ്കൾ പാർത്തിയുടെ ബൈക്കിലേക്ക് ചെന്ന് കയറിയത്. പക്ഷേ അതൊരു വലിയ ബുദ്ധിമോശമായി പോയെന്ന് അവൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഈ അരവട്ടന്റെ കൂടെ ഒട്ടും താൻ കയറി വരാൻ പാടില്ലായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഒന്നിലും ഇടപെടാൻ താനങ്ങ് ഒഴിഞ്ഞു മാറി പോയാൽ മതി. ഇനിയൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിലെത്തായി തന്നെ ഇറക്കിവില്ലെന്ന് ഉറപ്പാ. തിങ്കളുടെ നോട്ടം വഴിയിലും അമ്പലത്തിന്റെ അടുത്ത് അവിടെ ഇവിടെ നിൽക്കുന്നവരിലേക്കൊക്കെ ഒന്ന് പോയി. പലരും തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. ഒന്നാമത് പാർത്ഥിവിനെയും തന്നെയും ചേർത്ത് നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയ സമയമാണ്. ഇവന്റെ ഈ വക പ്രവൃത്തികൾ കൊണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇതുകൂടെ ആയതും പൂർത്തിയായി. സ്വയം വരുത്തി വെക്കുന്നല്ലേ, ആവും തന്നെ അനുഭവിക്കട്ടെ. എന്നാൽ ചാന്ദിനിയുടെ മുഖം മനസ്സിലേക്ക് വന്നു തിങ്കളുടെ ഉള്ളമൊന്ന് വിങ്ങി. അപ്പോഴേക്കും പാർത്തിയുടെ ബൈക്ക് വന്ന് അവിടെ വീണുമ്പിൽ നിന്ന് കഴിഞ്ഞു. ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നവരും അവരുടെ ഈ വരവ് കണ്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് എത്തി, കുറച്ചുകൂടെ ദൂരം വേണമായിരുന്നു. നിരാശയോടെയുള്ള അവന്റെ സംസാരം ശ്രദ്ധിക്കാതെ തിങ്കൾ വേഗം അവന്റെ പിന്നിൽ നിന്നിറങ്ങുമ്പോൾ അവർക്ക് നേരെ എതിർവശത്ത് നടന്നു വരുന്ന ചാന്ദിനിയെ കാണുന്നത് ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വരുന്ന വഴിയാണ്. പാർത്തിയുടെ കൂടെ തിങ്കൾ വന്നിറങ്ങിയത് കണ്ട് അതിശയത്തോടെ ചാന്ദിനിയുടെ മുഖം വിടരുമ്പോൾ തിങ്കളാകെ ഒരു പതർച്ചയോടെയാണ് നിന്നത്. മോളിന് വരാൻ വൈകിയോ? ആദ്യത്തെ അതിശയം മാറി ചിരിയോടെ ചാന്ദിനി അവർക്കടുത്തേക്ക് ചെന്നു. ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, വരും വഴി പാർത്തിവ് എനിക്കൊരു ലിഫ്റ്റ് തന്നാ. തിങ്കൾ പെട്ടെന്ന് അത് എടുത്തു പറയുമ്പോൾ അവിടെ ആ ശബ്ദത്തിന്റെ വ്യത്യാസത്തിൽ തന്നെ ആൾക്കുള്ളിൽ ഓടുന്ന കാര്യം ചാന്ദിനിയെ പോലെ പാർത്തിക്കും പിടികിട്ടി. അവൻ അത്രയും പ്രണയത്തോടെ അവളിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചിരുന്നു. അതിനെന്താ മോളെ, ആ ജേഫർ വന്നതിൽ പിന്നെ ഇവന് കടയിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. വേണമെങ്കിൽ മോളെ ഇന്ന് ഇവനെ ആക്കിത്തരും. അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും.
ചാന്ദിനി സന്തോഷത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അമ്മയും മോനെ ഒരേ അച്ചിൽ വാർത്താണെന്ന പോലെ തിങ്കൾ അവരെയും നോക്കി. അതൊന്നും വേണ്ട ആന്റി, ഞാൻ നടന്നു പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയലും അവളുടെ വീടിന്റെ ഗേറ്റും തുറന്ന് തിങ്കൾ വേഗം ഉള്ളിലേക്ക് പോയതേ. ചാന്ദിനി ഒത്തിലടാ എന്ന മട്ടിൽ പാർത്തിയെ നോക്കുമ്പോൾ എന്തുട്രാ ഇതെന്ന പോലെ അവനൊന്ന് ചുണ്ടുകൾക്ക് കൈമലത്തി കാണിച്ചു. ചേടാ നിന്നെ ഒന്ന് സഹായിക്കാന്ന് വെച്ച് പറഞ്ഞാ ഞാൻ. ചാന്ദിനി പോയി അവരുടെ വീടിന്റെ ഗേറ്റ് തുറന്നുകൊണ്ട് പറയുമ്പോൾ പാർത്തി ബൈക്ക് ഉള്ളിലേക്ക് കയറ്റി. സഹായിച്ചില്ലേലും വേണ്ട, ഉപദ്രവിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കരക്കെത്തിച്ചോട്ടെ പ്ലീസ്. കൈ രണ്ടും കൂപ്പി പാർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാന്ദിനി ചുണ്ടെന്ന് കൂട്ടി. ഓ ഇനി ഞാനൊന്നിനും വരുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് പോട്ടെ. പക്ഷെ പെണ്ണിനെ ആ പോക്കണ്ടിട്ട് നിന്റെ ഈ വഞ്ചി ഇപ്പോഴൊന്നും കരക്കടിയുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. നന്നായി ഒന്ന് ചിന്തിച്ച് ചാന്ദിനി പറഞ്ഞു നിർത്തുമ്പോൾ എന്നെ അങ്ങ് കൊല്ലിയെന്ന ഭാഗത്തിൽ നിൽപ്പുണ്ട് പാർത്തി. ഇങ്ങനെ നെഗറ്റീവ് അടിക്കലെന്റെ സ്ത്രീയെ നമിച്ചു ഞാൻ. അതും പറഞ്ഞ് അവനകത്തേറിപ്പോകുമ്പോൾ ഒന്ന് നിക്കടാ, നിന്റെ ബൈക്കിൽ അവളിങ്ങനെടാ കയറി, ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്ന ആകാംക്ഷയോട് ചോദിച്ചുകൊണ്ട് അവന് പുറകെ തന്നെ ഓടി ചാന്ദിനിയും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.